മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ സിദ്ധാര മേഡത്തിൻ്റെ കാറിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ കൃഷ്ണ വീഴുന്നുണ്ട്. പക്ഷേ കൃഷ്ണയ്ക്ക് നമ്മുടെ സുന്ദരിയുടെ അടുത്തേക്ക് എത്തുക തന്നെയായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് കാറ് തട്ടിയൊന്നും ഇതാക്കാതെ അവൾ ഇങ്ങനെ എത്തി നോക്കിയിട്ട് സോറി പറയും. ആ സമയത്ത് സിദ്ധാര അത്ഭുതപ്പെടും. കാരണം തൻ്റെ മകൾ എന്നിങ്ങനെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ അനക്കുകയാണ്. അപ്പോഴത്തേനും കൃഷ്ണ ഓടി സുന്ദരിയുടെ പുറകെ പോവുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി സുന്ദരിയെ ഇതാക്കി പൈസ തിരിച്ചെടുക്കുകയാണ്. അങ്ങനെ മൊത്തം എല്ലാവർക്കും കൊടുക്കാനുള്ള പൈസയും ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ കൃഷ്ണ വളരെ സന്തോഷത്തിൽ അമ്മേനെ വിളിക്കുന്നു, സർജറിക്ക് റെഡിയാകാനൊക്കെ പറയുന്നു, എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ഞാൻ അങ്ങോട്ടേക്ക് വരുവാണെന്ന് പറയുന്നു. ഇതേ സമയം നമ്മുടെ സിദ്ധാര വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് അലമാരി തുറന്നിട്ട് ഈ സിദ്ധാരയും തങ്കവും തമ്മിലുള്ള ഫോട്ടോ എടുത്തിട്ട് ആദ്യം കത്തിച്ചിട്ട് ഇങ്ങനെ പഴയ ഓർമ്മകൾ അവരിങ്ങനെ ഓർക്കുകയാണ്. പക്ഷെ അതൊന്നും കാണിക്കുന്നില്ല എന്താന്ന്. അങ്ങനെ അത് കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ആ പേപ്പറിലായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ സിമി ചോദിക്കും, മേഡം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. പറയും ഒന്നുമില്ല എന്ന് പറയും. അങ്ങനെ മോളുടെ അടുത്ത് പോകും. അപ്പോൾ ഗാഥയാണെങ്കിൽ പിന്തിരിഞ്ഞ് തന്നെ നിൽക്കുക, അമ്മയോട് സംസാരിക്കാതെ എതിർത്ത് തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് നബീൻ്റെ കോള് വരികയാണ്. അപ്പോൾ നമ്മുടെ ഗാഥ ഉറക്കമായിരുന്നു. അങ്ങനെ ഫോൺ എടുത്തിട്ട് നബീനോട് പറയും, ഇങ്ങനെ ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ് ഉണ്ട്, അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിൽക്കുക, ഇവിടെ ഫോൺ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നവീൻ പറയും, എന്നാൽ കഴിയുമ്പോൾ ഒന്ന് പറയും, വിളിക്കാം, ഓക്കെ എന്ന് പറയും. അങ്ങനെ വയ്ക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ കൃഷ്ണ അങ്ങനെ ഗോപാലനോടും നമ്മുടെ പുള്ളിക്കാരിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. നന്ദിയൊക്കെ പറയുന്നു, ഇനിയും തിരിച്ചു വരാമെന്ന് പറയുന്നു. അമ്മയുടെ സർജറിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. സിദ്ധാരയാണെങ്കിൽ മകൾ മിണ്ടാത്തതിന് അവർക്ക് ടെൻഷനൊക്കെ ഉണ്ട്. എങ്കിലും സിമിയോട് പറയുന്നു, ഇതേപോലെ നിന്നാലേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അവളുടെ മുമ്പിൽ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇത് ശരിയാകില്ല, അതുകൊണ്ട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം എന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ നവീൻ്റെ വീട്ടിലാണെങ്കിൽ മുത്തശ്ശിയാണെങ്കിൽ ഗാഥ ഇറങ്ങിപ്പോയതൊക്കെ തെറ്റാണെന്ന് പറയുന്നു. അപ്പം നവീൻ്റെ അമ്മ പറയുന്നത് അത് സാരമില്ല, അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മാണിക്യം ഓടി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ മാണിക്യം പറയും, സാറേ നമ്മുടെ ഗാഥയ്ക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറയും. അപ്പം പെട്ടെന്ന് നവീൻ ഞെട്ടും, ആക്സിഡൻറ്റോ എപ്പം എന്ന് പറയും. അപ്പം പറയും, ഇവിടുന്ന് കഴിഞ്ഞിറങ്ങി ഉടനെയാന്ന് പറയും. അപ്പോൾ നവീൻ പറയുകയാണ്, ഞാൻ സിദ്ധാര മേഡത്തെ വിളിച്ചതാണല്ലോ, അപ്പോൾ അവരൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പോയിരിക്കുകയാണെന്നാണല്ലോ പറഞ്ഞതെന്ന് പറയും. അല്ല, ഞാനല്ല, ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചിട്ടാണ് വരുന്നതെന്ന് പറയും. അതും എങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് ചോദിക്കുക. അപ്പോൾ പറയും, ഒരു സർപ്പത്തെ കണ്ടെന്ന് പറയും. അതും അവർ മാത്രമല്ല, അവിടെ കൂടെ ഇന്നവരെല്ലാവരും കണ്ടെന്ന് പറയും. ഇത് കേട്ട മുത്തശ്ശി പഴയ കാര്യങ്ങൾ ഓർക്കുകയാണ്. കളരിക കുടുംബത്തിൽ വന്നു കയറുന്ന പെണ്ണുങ്ങളെല്ലാം നാഗശാപമേറ്റ് മരിക്കും എന്നുള്ള. അങ്ങനെയാണ് എപ്പിസോഡ് തരുന്നത്. നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് ഈ ഗാഥ ഒട്ടും അടുക്കുന്നില്ല. അങ്ങനെ അവിടെ തിരുമേനി എന്തോ ആരാന്ന് തോന്നുന്നു, അയാൾ വന്നിട്ട് ഈ ഉഗ്രശാപത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷെ അതെല്ലാം പുച്ഛത്തോടെ നമ്മുടെ ഗാഥ തള്ളിക്കളയുകയാണ്. അതൊന്നും തന്നെ ഏൽക്കില്ല, എന്നെ ബാധിക്കുന്നില്ല എന്നുള്ള ഇതോടെ നിൽക്കുകയാണ്. നമ്മുടെ സിദ്ധാര പറഞ്ഞിട്ടും ശരിയാകുന്നില്ല. ഇതേ സമയം നമ്മുടെ കൃഷ്ണയാണെങ്കിൽ അമ്മയുടെ അടുത്ത് എത്തുന്നു. അപ്പം അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ആശുപത്രി പോകാൻ, പക്ഷേ നമ്മുടെ തങ്കത്തിനാണെങ്കിൽ ഒരു പേടിയുണ്ട്. കാരണം ഇവളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും കഥകൾ പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ചോദിക്കുകയാണ്, നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചോ, നീ ആരെങ്കിലും കണ്ടോ, അതുപോലെ ആരെങ്കിലും വന്നാലും നീ ഒന്നും പറയരുത് എന്നുള്ള രീതിയിലൊക്കെ പറയണം. അപ്പോൾ തന്നെ കൃഷ്ണയ്ക്ക് സംശയമാവുന്നു. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.